ഹലോ, വളരെ ഈസി ആയിട്ടൊരു കുറുമ കറി അഥവാ ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു അര കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, 2 മീഡിയം സൈസ് പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചാണ്, ഉരുളക്കിഴങ്ങ്, ഒരു 1/4 കപ്പ് ക്യാരറ്റ്, അതായത് ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു വലിയ സവാള, 3 പച്ചമുളക്, ഒരു 7-8 അല്ലി ചെറിയ വെളുത്തുള്ളി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഞാൻ പൊട്ടറ്റോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടറ്റോസ് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ, കളർ മാറാതിരിക്കാൻ വേണ്ടി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലൊരു മിക്സ് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 7-8 മിനിറ്റ് കുക്ക് ചെയ്യുകയാണ്. ഏകദേശം 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലൊരു മിക്സ് കൊടുത്ത് അല്പം കൂടെ വെള്ളം ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു 4 ടീസ്പൂൺ 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ലൊരു മിക്സ് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടെ ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ്. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. സൂപ്പർ ഈസി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ കറി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.